വൈകുന്നേരം ചായക്ക് ഏറ്റവും സിമ്പിളും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമായാലോ ഇന്നത്തേത്. ഒരു തുള്ളി ഓയിലോ എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർക്കാതെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നതാണ്. കണ്ടു നോക്കാം എങ്ങനെയാന്ന്. അപ്പൊ ദാ അതിനായിട്ട് നമ്മൾ ചോറ് വെക്കുന്ന കുത്തരിയായിട്ട് എടുത്തിരിക്കുന്നത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഇതേപോലെ ശരിക്കും വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് തന്നെ നമ്മുടെ അരി ഒന്നും കൂടി വറുത്തെടുക്കലാണ് ചെയ്യുന്നത്. അപ്പൊ ദാ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ നന്നായിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. വലിയ ചൂടൊക്കെ ഒന്നും കൂടെ ആറി വരട്ടെ. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് കാഷ്നട്ടും കൂടി ചേർത്ത് ഒന്നും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ കാഷ്നട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളിയായിരിക്കും. ഇനിയിപ്പോ ആണെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത് ചൂടാറി വെച്ചിരിക്കുന്ന അരിയും അതേപോലെ തന്നെ കുറച്ച് ചെറിയ ജീരകവും 2 ഏലക്കയും കൂടി ചേർത്ത് ഇതേപോലെ നന്നായിട്ട് ഒന്നും കൂടി പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടുതാ ഇതേപോലെ. ഇതിപ്പോ നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 കപ്പ് തേങ്ങ ചെറിയതും അതേപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ശർക്കരയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ട് ഉണ്ടല്ലോ, അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ദാ ഇതെല്ലാം കൂടി ഇതേപോലെ ശരിക്കും ഒന്നും കൂടി യോജിപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ചെറുപഴം ചെറുതായിട്ട് ഒന്നും കൂടി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്തെടുത്താലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടും സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കട്ടൻ്റെ കൂടെ എല്ലാവരും അടിപൊളിയായിട്ട് ഇരുന്ന് കഴിക്കാം കേട്ടോ. കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കണം.